സ്വാഭാവികമായിട്ടും മഞ്ജുഷയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഇന്നലെ ഹൈക്കോടതിയുടെ വിധി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ട്, അവർ കൃത്യമായ അന്വേഷണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും, അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുഷയുടെ കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ്. പക്ഷേ കൊലപാതക സാധ്യത ഉണ്ടെന്ന് മഞ്ജുഷ പറഞ്ഞതിനെ കോടതി ഗൗരവത്തോടെ എടുക്കുന്നുണ്ട്, അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇതുവരെ ഈ കൊലപാതക സാധ്യതയുണ്ടെന്നോ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നുവെന്നോ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് SITയുടെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, സംസ്ഥാന സർക്കാരിന് അതിൽ തൃപ്തിയുണ്ട്. അപ്പോൾ ഈ കൊലപാതകത്തിനുള്ള തെളിവുകളൊന്നുമില്ല, ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സർക്കാർ ഭാഗം. പക്ഷേ ഇപ്പോഴും നമുക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് ഈ ADM നവീൻ ബാബു എങ്ങനെ തൂങ്ങി നിൽക്കുന്നു, എങ്ങനെയാണ് ആ തൂങ്ങി നിൽക്കുന്ന സമയത്തുള്ള ഫോട്ടോഗ്രാഫ്സ്, മാത്രമല്ല ആ കുടുംബം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാതെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്.